പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 13ാമത് ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. 13ാമത്തെ ക്ലാസ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഭിന്നസംഖ്യകൾ എന്ന പാഠമാണ്. എന്താണ് ഭിന്നസംഖ്യ? നമ്മൾ ഇതുവരെ ആയിട്ട് ഒരുപാട് സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിൽ പെട്ടതാണ് ഒന്ന് എണ്ണൽ സംഖ്യകൾ, അല്ലേ? എണ്ണൽ സംഖ്യകൾ നമ്മൾ പഠിച്ചതാണല്ലോ. ആണ്. വേറൊന്ന് പറയാൻ പറ്റുമോ? ഇതാ വേറൊന്ന്. എന്താണ്? ഒറ്റ സംഖ്യകൾ. എന്താ ഒറ്റ സംഖ്യ? 1, 3, 5, 7, 9, 11. അങ്ങനെയാണെങ്കിൽ വേറെ അതന്നെ ഏതാണ്? ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ മോനെ ഇരട്ട സംഖ്യ? ഒന്ന് പറഞ്ഞ 2, 4, 6, 8, 10, 12 അങ്ങനെ പോകും, അല്ലേ? വേറെ സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എന്താ മോനെ പറഞ്ഞ്? അതെ, അഖണ്ഡ സംഖ്യ. അങ്ങനെ സംഖ്യ പഠിച്ചിട്ടുണ്ട്, അല്ലേ? പിന്നെ വേറെ ഏതാ പഠിച്ച്? അതന്നെ അനഘ സംഖ്യ. അനഘ സംഖ്യ പഠിച്ചിട്ടുണ്ട്. വേറെ സാറേ എന്താ പറയുക? 5ാം ക്ലാസ്സിന് സമമിത സംഖ്യകൾ, അല്ലേ? ഇരുവഴി സംഖ്യകൾ. 111 എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 111 വായിക്കും. 121 എഴുതിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 121 വായിക്കും. 151 എഴുതിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 151 വായിക്കും. സമമിത സംഖ്യ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ. പിന്നെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതന്നെ ഏതാണ്? കാപ്രേക്കർ സ്ഥിരസംഖ്യ, അല്ലേ? പിന്നെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, അല്ലേ? പിന്നെയും പഠിച്ചിട്ടുണ്ട്. ഏതാ പഠിച്ചത്? ഭിന്നസംഖ്യ, അല്ലേ? ഇതാ ആ ഭിന്നസംഖ്യകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഭിന്നസംഖ്യ? എന്താണ് ഭിന്നസംഖ്യ? എന്താ പറഞ്ഞ? 2-1. എന്താ പറഞ്ഞ? 3-1. ഇവിടെ 4-1. എന്താ അങ്ങനെ 4-1, 3-1, 2-1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആർക്കാ പറയാൻ പറ്റുക? എന്താ പറഞ്ഞത്? ഓൻ പറഞ്ഞോ? എന്താ പറഞ്ഞ? മിക്കാതെ എന്താ പറഞ്ഞേ? സാർ എന്താ പറഞ്ഞ? ഓൻ പറഞ്ഞറിയോ? ഒരു വരട് എന്നിട്ടോ അതിന്റെ മുകളിലൊരു സംഖ്യ ഇല്ല, 1 ഇട്ടു. പിന്നെ അതിന്റെ അടിയിൽ 2 ഇടുക. അതെന്താ വായിക്ക? 2-1, അല്ലേ? 2-1, അല്ലേ? ഇത് ഭിന്നസംഖ്യയാണ്. പിന്നെന്താ പറഞ്ഞേ? ഇങ്ങനെ എഴുതുന്നതാണ് ഭിന്നസംഖ്യ. എങ്ങനെ എഴുതുന്നത്? ഒരു വര വരച്ചിട്ട് അതിന്റെ മുകളിലും താഴെയും സംഖ്യകൾ എഴുതുകയാണെങ്കിൽ ഇത്തരം സംഖ്യകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഭിന്നസംഖ്യ. മക്കളെ, ഇവിടെ 1 മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എത്ര ഇടാന്ന്, അല്ലേ? ആയിക്കോട്ടെ, 2 ഇട്ടാലോ? ഇവിടെ ഇഷ്ടമുള്ള ഇടാൻ ഞാൻ 10 ഇട്ടു. അപ്പോൾ ഇത് ഭിന്നസംഖ്യയാണോ? ആണ്. എന്നാ ഞാൻ ഇവിടെ 50 ഇട്ടു. ഇവിടെ ഞാന് ഒരു 100 ഇട്ടു. ഇതോ അതും ഭിന്നസംഖ്യയാണ്, അല്ലേ? അപ്പൊ നോക്കൂ, എന്താ നമ്മൾ പറഞ്ഞത്? ഒരു വരക്ക് മുകളിലും താഴെയുമായി എഴുതുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യ, അല്ലേ? ഈ ഭിന്നസംഖ്യ വെച്ചിട്ടാണ് നമ്മൾ അര, കാല്, മുക്കാല് എന്നൊക്കെ പറയില്ലേ? അരക്കാലം, ഇതൊക്കെ ഭിന്നസംഖ്യകൾ വെച്ചിട്ട് പറയുന്നതാണ്, അല്ലേ? മനസ്സിലാണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മളിവിടെ പറഞ്ഞു 1/2, അല്ലേ? ഇവിടെ 2-1, 10-2, 100-50. തിരിച്ചു വായിക്കും. 1/2, 2/10, 50/100. മനസ്സിലായോ? ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇവിടെ 1-ന് ഒരു പേരുണ്ട്, 2-ന് വേറെ പേരുണ്ട്. ആർക്കാ പറയാൻ പറ്റുക? സാൽവിനെ ഇത് പറഞ്ഞ എന്താ? 1-ന് പറയുന്ന പേര് അംശം, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2-ന്
പറയുന്ന പേര്, അതായത് താഴെയുള്ള സംഖ്യക്ക് പറയുന്ന പേര് എന്താ ഫിഷാനെ? ഫിഷാൻ പറയാ. ആ എന്താണ് എന്താണ് ഛേദം അല്ലേ? അപ്പൊ മുകളിലുള്ള സംഖ്യക്ക് പറയുന്ന പേര് അംശം, താഴെയുള്ള സംഖ്യക്ക് പറയുന്ന പേര് ഛേദം. ഈ രണ്ടാരാ? അംശം. 10 ആരാ? ഛേദം അല്ലേ? 50 ആരാ? 50 അംശം. 100 ഛേദം. മനസ്സിലായോ? അപ്പൊ അംശവും ഛേദവും ചേർന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ അല്ലേ? അംശവും ഛേദവും ചേർന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ അല്ലേ? ഒരു വരയുടെ മുകളിലും താഴെയും സംഖ്യകൾ എഴുതുന്നതാണ് അത്തരം സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ അല്ലേ? മുകളിലുള്ള സംഖ്യക്ക് അംശം, താഴെയുള്ള സംഖ്യക്ക് ഛേദം. മനസ്സിലായേ? നോക്കൂ, ഒരു ചോക്ക് അല്ലേ? ഒരു ചോക്ക്. ഈ ചോക്കിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം പൊട്ടിച്ചു. ഈ വലിയ ചോക്കയുടെ ഒരു അംശമാണിത് അല്ലേ? ഇതിപ്പോ എത്രണ്ണായി? ഒരു ചോക്ക് രണ്ടെണ്ണായില്ലേ? രണ്ടെണ്ണായില്ലേ? ആ ഒരു ചോക്കാണ് ഇത്, രണ്ടെണ്ണായി അല്ലേ? ആ രണ്ടിൽ ഒന്നാണ് ഇത്, ഈ രണ്ടിൽ ഒന്നാണ് ഇത്. മനസ്സിലായോ? അവ ഈ വലിയ ചോക്കയുടെ ഒരു അംശമാണ് ഈ 1 എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെയാണ് അംശം. മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ എന്താ അടിയിലുള്ളത്? ഛേദം അല്ലേ? ഈ 1നെ ഛേദിച്ചതാണ്, അല്ലെങ്കിൽ കഷ്ണിച്ചതാണ്, അല്ലെങ്കിൽ ഇത് മുറിച്ചതാണ്. മനസ്സിലായോ? ആ ഇത് ഛേദിച്ചത് എന്ന അർത്ഥത്തിലാണ് എന്ത് പേര്? ഛേദം. മനസ്സിലായോ? മനസ്സിലായോ? എത്രയാക്കി ഛേദിച്ചു? 2 ആക്കി ഛേദിച്ചു അല്ലേ? എത്രയാക്കി ഛേദിച്ചു? 10 ആക്കി ഛേദിച്ചു. മനസ്സിലായോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ അടുത്തൊരു കാര്യം പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ വീട്ടിലുണ്ടാക്കിയ നല്ല ഒരു റൊട്ടി. ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടല്ലേ? കുബൂസ് അത് ഇഷ്ടമാണോ? എന്താ ചോദിച്ചേ? ചിക്കൻ ഉണ്ടാവുന്നോ? ചിക്കനും ഉണ്ട്, അത് തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ. എന്താണ് ഭിന്നസംഖ്യ? ആർക്കാ പറയാൻ പറ്റും? 4 ആൾ ചാടി എണീട്ടോ. ആ പറയാം. ഈ പറയാം. മിക്ക പറഞ്ഞ എന്താണ്? അംശവും ഛേദവും ചേർന്ന സംഖ്യയാണ് ഭിന്നസംഖ്യ അല്ലേ? നുഹ പറ. ഒരു വരയുടെ മുകളിലും താഴെയും 2 സംഖ്യകൾ എഴുതുന്നതാണ് ഭിന്നസംഖ്യ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹിബെ ഇതെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? 2ൽ 1, 1/2 ഇങ്ങനെയുള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ അല്ലെ? നശ്വ ഇതെന്താ പറയുന്നത്? 4, അര എന്നീ സംഖ്യകളാണ് എന്നിങ്ങനെ പറയുന്നതാണ് ഭിന്നസംഖ്യകൾ. 4 ആളാണ് പറഞ്ഞത്. 4ഉം 4 തരത്തിലാണ് പറഞ്ഞത്. കേട്ടോ നിങ്ങൾ പറഞ്ഞത്? ഒരാൾ പറഞ്ഞത് എന്താ? അംശവും ഛേദവും ചേർന്ന സംഖ്യയാണ് ഭിന്നസംഖ്യ. മറ്റേ ആൾ പറഞ്ഞത് എന്താ? ഒരു വരയുടെ മുകളിലും താഴെയും സംഖ്യകൾ എഴുതുന്നതാണ് ഭിന്നസംഖ്യ. മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞത്? 2ൽ 1, 1/2, 3ൽ 1, 1/3 ഇങ്ങനെ എഴുതുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യ. നാലാമത്തെ ആൾ എന്താ പറഞ്ഞത്? നാലാമത്തെ ആൾ അര, 4, 3/4 ഇങ്ങനെ എഴുതുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഒക്കെ ശരിയല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ കൊണ്ടുവന്ന കുബൂസ് ഇത് നിങ്ങൾക്ക് 4 പേർക്കും കൂടി തരികയാണ്. 4 പേർക്ക് കൂടി. അപ്പൊ എന്താ ചെയ്യുക? നല്ല കുട്ടികൾ ഒന്നാമത്തെ ആളാരാ? നല്ല കുട്ടികൾ എന്താ ചെയ്യാ? നിങ്ങൾ പറയും. ഈ നല്ല കുട്ടികൾ എന്താ ചെയ്യാ? പറയും. എന്താ ചെയ്യാ? നുഹേ എന്താ ചെയ്യാ? 4 ആളും ഓരി വെച്ചോളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരി വെക്കാതെ ഞാൻ തന്നെ ഓരി വെച്ചെന്നാലോ? റെഡിയാണോ? സമ്മതാണോ? നശ്വേ സമ്മതാണോ? ആണ്. ഹിബ, മിക്കു സമ്മതാണോ? ആണ്. എങ്കിൽ നോയിക്കോളൂ, ഞാൻ എന്താ ചെയ്യണം നോയിക്കോളൂ. ആദ്യം ഞാൻ എന്താക്കുകയാണ്? ആദ്യം ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യണത്? ചെയ്തു. എന്താ ചെയ്തത്? ഇതിനെ എന്താക്കി മാറ്റി? 2 അരയാക്കി മാറ്റി.
എന്തായി? 2 പകുതി അല്ലേ? നോക്കൂ, പകുതി പകുതി അല്ലേ? ഈ പകുതിക്ക് നമ്മൾ വേറൊരു പേര് പറയാലോ. എന്ത് പേര് പറയാം? അതെ, അത് തന്നെ. ഏത്? അര. കണ്ടോ? അരാന്ന് പറയാം പകുതിക്ക് അല്ലേ? ഇത് നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതാ? 2/1. അതെ, 2/1 അല്ലെങ്കിൽ 1/2. മനസ്സിലായോ? ആ 1/2 ആണ് ഇത് അല്ലേ? 2 ഉണ്ട് അല്ലേ? 2/1 അതാണിത്, പകുതി. മനസ്സിലായോ? മനസ്സിലായി? ഇത് തരാൻ പറ്റുമോ? തരാൻ പറ്റില്ല. ഇത് എത്ര ആളുണ്ട്? 4 പേരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ കുബൂസിനെ നമുക്ക് വീണ്ടും പകുതിയാക്കി. ശരി, ഇതാ ഒരു കഷ്ണം ആർക്ക് നുഹക്ക് കൊടുത്തു. ഇതാ ഒരു കഷ്ണം നെഷ്വക്ക് കൊടുത്തു. ഒരു കഷ്ണം ഹിബക്ക്, ഒരു കഷ്ണം മിക്കുവിന് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഈ ഓരോ കഷ്ണങ്ങളും ഇപ്പൊ എന്താണ്? അരന്റെ പകുതി അല്ലേ? നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അരന്റെ പകുതി. അതിനെന്താ പറയാ? അരന്റെ പകുതിക്ക് ആർക്കാ പറയാൻ പറ്റുക? അരന്റെ പകുതിക്ക് എന്താ പറയാ? പറയ സഖിമാരെ വേഗം. അതന്നെ. എന്താണ്? കാൽ. അരന്റെ പകുതിക്ക് പറയാ കാല്. മനസ്സിലായോന്ന്? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാല് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? കാല് എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക? അരാന്ന് പറഞ്ഞാൽ 2/1. ഓരോരുത്തർക്കും കിട്ടിയത് 1/4 ഭാഗമാണ്. അപ്പൊ എങ്ങനെ എഴുതുക? അതെ. അതെന്താണ്? 4/1. 1/4 അല്ലെങ്കിൽ 4/1. അപ്പൊ 4/1 ആണ് കാല്, അരന്റെ പകുതി അല്ലേ? 2/1 ആണ് അര എന്ന് പറഞ്ഞാൽ പകുതി. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി വേറെ മത്സരങ്ങൾ നടത്താം. എല്ലാവരും സമ്മാനം വാങ്ങാൻ റെഡിയാണോ? എല്ലാവരും? ആയിക്കോട്ടെ. എന്നാ നമുക്ക് പുതിയ മത്സരങ്ങൾ നടത്താം കേട്ടോ. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ ഫുട്ബോൾ മേള നടത്തിയിരുന്നു. അറിയോ ഫുട്ബോൾ മേള? റെഡ് ബ്ലൂ ഗ്രീൻ മത്സരം അല്ലേ? ആ റെഡ് ബ്ലൂ ഗ്രീൻ മത്സരം തുടങ്ങിയത് നമ്മുടെ സ്കൂളില്ലാത്തൊരു ദിവസം ശനിയാഴ്ച. അപ്പൊ ശനിയാഴ്ച നമ്മുടെ സ്കൂളിൽ കുറച്ച് കുട്ടികളാണ് വന്നിരുന്നത് ഫുട്ബോൾ കാണാൻ. ഈ ഫുട്ബോൾ കാണാൻ വന്ന കുട്ടികളോട് ഞാൻ അവരോട് തലേന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച പറഞ്ഞു, പിന്നെ നമ്മൾ നാളെ ഫുട്ബോളാണ്, കൃത്യം 9 മണിക്ക് നമുക്ക് തുടങ്ങും. അപ്പോൾ നമുക്കൊരു 9 കളി കഴിയുമ്പോഴേക്കും നമുക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കണം അല്ലേ? നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. അതിന് നാളെ ഇപ്പോൾ ഇവിടെ കട ഉണ്ടാവുമെന്ന് അറിയില്ല. സ്കൂളില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കട ഉണ്ടാവില്ല, കുട്ടികളുടെ കട ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും നാളെ വരുമ്പോൾ കുറച്ച് പഞ്ചസാര കൊണ്ടുവരും. ചെറുനാരങ്ങ ഞാൻ കൊണ്ടുവരാം, പഞ്ചസാരങ്ങൾ കൊണ്ടുവച്ചു. കുട്ടികൾ സാറേ ഞങ്ങൾ കൊണ്ടുവരാന്ന് കുറേ കുട്ടികൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ രാവിലെ തന്നെ ഒരു പാൻറ്റും കുപ്പായൊക്കെ ഇട്ടു. ഞാൻ പാൻറ്റും കുപ്പായിട്ടിട്ട് ശരിക്കും പാൻറ്റും കുപ്പായിട്ട് വന്നു. റഫറി അല്ലേ, ഫുട്ബോളല്ലേ, ഓടണ്ടേ. എന്താ ചോദിച്ചേ? നിങ്ങളെ തടി കൊണ്ട് ഓടാൻ കഴിയുമെന്നോ? ഓടാനേ കഴിയൂ. അങ്ങനെ ഞാൻ പിന്നെ ഫുട്ബോൾ നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഫുട്ബോൾ ആരംഭിക്കണമെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം തന്നെ വെള്ളം കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം കലക്കി വെക്കാൻ വേണ്ടി മക്കളെ ആരെങ്കിലും പഞ്ചസാര കൊണ്ടുവന്നിടണമെന്ന് ചോദിച്ചു. പഞ്ചസാര കൊണ്ടുവന്നോന്ന് ചോദിച്ചപ്പോൾ 4 പേരാണ് ഓടി വന്നത്. ആരൊക്കെയെന്നറിയോ? എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിലെ കുട്ടികൾ. ഇന്ന് അവരെവിടെ? കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ അവരിന്ന് 7 സീലുണ്ട് അല്ലേ? അതിൽ 4 പേര് പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പഞ്ചസാര എല്ലാവരും കാണാൻ ഞാൻ വാങ്ങിയിട്ട് അത് പൊക്കി കാണിച്ചു, അവരെ പ്രത്യേകം അഭിനന്ദിച്ചു. അങ്ങനെ ആ 4 ആളുകളും കൊണ്ടുവന്ന പഞ്ചസാര ഒന്നാമത്തെ ആളോട് ഞാൻ ചോദിച്ചു, മോനെ ഈ എത്ര വാങ്ങിയത്? കടയിൽ നിന്ന് വാങ്ങിയാണോ? അപ്പോൾ വാങ്ങി തന്നാണോ? അല്ല സാർ, ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്താണ്. ഉമ്മ തന്നു. എത്ര തന്നത്? ഉമ്മ എന്നോട് പറഞ്ഞു, ഇന്നലെ 1 കിലോ പഞ്ചസാര കൊടുത്തിരുന്നു, അതിന് 1/2 കിലോ കൊണ്ടേക്കോന്ന് പറഞ്ഞു.
ഒന്നാമത്തെ ആൾ എത്ര കൊണ്ടുവരുന്നറിയോ? നോക്കൂ, 2-1 1/2 കിലോഗ്രാമാണ് കൊടുത്തത്. അപ്പൊ ഞാൻ അടുത്ത ആളോട് ചോദിച്ചു, മോനെ ഈ എത്ര കൊടുക്കുന്നത്? സാറേ ഞാൻ പോന്നപ്പോ കടയിൽ നിന്ന് വാങ്ങി, ഉമ്മക്ക് പൈസ തന്നു, ഒരു 500 ഗ്രാം വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ രണ്ടാമത്തെ ആളിൽ നിന്ന് എത്ര കൊടുക്കുന്നത്? 500 ഗ്രാമാണ് വാങ്ങിയത് രണ്ടാമത്തെ ആള്. അപ്പൊ മൂന്നാമത്തെ ആളും കൊണ്ടുവന്നു. എല്ലാരും എന്റെ ക്ലാസ്സാണേ, എന്റെ ക്ലാസ്, നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെ കൊടുത്തു കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു, സാറേ എന്റതും അരന്നെയാണ്, ഇന്റതും അരന്നെയാണ്. അരന്നിങ്ങനെയല്ലേ നമ്മൾ പഠിച്ച് 1/2 കിലോഗ്രാം. അപ്പൊ അടുത്ത ആളോട് ചോദിച്ചു, മോനെ ഈ എത്രടാ കൊടുന്ന്? ഞാനേ സാറേ ഒരു 100, പിന്നൊരു 100, പിന്നൊരു 100, പിന്നൊരു 100, പിന്നൊരു 100. അപ്പൊ എത്ര ഉണ്ടാവും സാറേ? ഭയങ്കര തമാശക്കാരനാണ്. അപ്പൊ 5 വട്ടം 100, അപ്പൊ 500. അതെ, 500 ഗ്രാം. ഓൻ എത്ര കൊടുന്നു? 500 ഗ്രാം പഞ്ചസാര കൊടുന്നു. അപ്പൊ ഇവിടെ ഒരു സംശയം. കളി കാണാൻ വന്ന് ഞങ്ങൾ വെള്ളം കലക്കാൻ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുണ്ട് നമ്മുടെ സൂര്യേച്ചി ഇങ്ങനെ വരുന്നേ, ചേച്ചിയെ വരൂ, വെള്ളം കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്ക് തുടങ്ങാനായി. അങ്ങനെ ചേച്ചിനെ ഏൽപ്പിച്ചു. അപ്പൊ ചേച്ചിനെ ഏൽപ്പിച്ചപ്പോ ഞാൻ നാരങ്ങ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിയെ ഇത് മുറിച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കണേ, ഞങ്ങൾ ഗ്രൗണ്ടിൽ പോട്ടെ. അപ്പൊ ചേച്ചി വെക്കണം, അസ്രമാഷെ എത്രയാണ് പഞ്ചസാര ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ എന്റെ 4 കുട്ടികൾ പഞ്ചസാര കൊടുക്കുന്നുണ്ട്. ഒരാൾ 1/2 കിലോഗ്രാം കൊടുന്നു, ഒരാൾ 500 ഗ്രാം കൊടുന്നു, ഒരാൾ വേറൊരു 1/2 കിലോ കൊടുന്നു, അടുത്ത ആള് 500 ഗ്രാം കൊടുന്നു. അപ്പൊ എല്ലാരും ചേച്ചിനെ മുഖത്ത് പോയി ചേച്ചിനോട് വെക്കണം, ചേച്ചിയെ ഇപ്പൊ എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയോ? ചേച്ചി പറഞ്ഞു, നിങ്ങളെ മാഷല്ലേ കണക്കാശ്, മാഷോടി ചോദിച്ചോളി. അപ്പൊ മാഷ് ഞാൻ എന്ത് പറഞ്ഞെടുത്തു അറിയോ? അര എന്ന് പറയണതും ഇവിടെ 2 അരണ്ട് അല്ലേ? ഇവിടെ ഒരു 500 ഗ്രാമും ഉണ്ട്, ഇവിടെ 500 ഗ്രാമും ഉണ്ട്. 500 ഗ്രാം എന്ന് പറയുന്നതും 1/2 കിലോഗ്രാം എന്ന് പറയുന്നതും പറയേ ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് 500 ഗ്രാം പ്ലസ് 500 ഗ്രാം പ്ലസ് 500 ഗ്രാം പ്ലസ് 500 എന്ന് വേണമെങ്കിൽ എഴുതാം. മനസ്സിലാണുണ്ടോ? അല്ലെങ്കിൽ അര കൂട്ടണം, 1/2 കിലോഗ്രാം ആണ്, അര കൂട്ടണം അര എന്നും എഴുതാം. മനസ്സിലായോ? എല്ലാം അര എന്ന് പറയുന്നതും 500 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പൊ 4 എണ്ണത്തിനെ ലംബാടെ കൂട്ടുമ്പോ എത്രയെന്ന് ചോദിച്ചാൽ 4 500. മനസ്സിലായോ? അതല്ലെങ്കിൽ 4 അര. 4 500 എത്ര? നമുക്ക് നോക്കാം. 4 500 500 1000 500 1000. 1000-നോട് കൂടെ 500 കൂട്ടിയ 1500. 1500 കൊണ്ട് 500 കൂട്ടിയ 2000 ഗ്രാം. കണ്ടോ? ഇനി നോക്കൂ, അരി 1 അരി 1.5 അരി 2 കിലോഗ്രാം. അപ്പൊ ഇത് രണ്ടും ഒന്നാണോ? ഒരു സംശയം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്നാണോ? ആർക്കാ പറയാൻ പറ്റുക? ആർക്ക് പറയാൻ പറ്റും? ഇനി കുബൂസ് ഉണ്ടേ, ഇവിടെ ഇനി കുബൂസിന് സമ്മാനം തരും കേട്ടോ. ആർക്കാണ് പറയാൻ പറ്റുക? പറയൂ. എന്താണ്? എന്താ പറഞ്ഞേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1000 ഗ്രാം സമം 1 കിലോഗ്രാം. 1000 ഗ്രാം സമം 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 2000 ഗ്രാം സമം 2 കിലോഗ്രാം. ഇവിടെ എത്ര നമുക്ക് കിട്ടിയത്? 2000 കിലോഗ്രാം അല്ലേ? ആ 2000 കിലോഗ്രാം ആണല്ലോ എന്ത്? 2 കിലോഗ്രാം. മനസ്സിലായോ? അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് നോക്കൂ, അരയുടെ എത്ര? അരയുടെ 3 മടങ്ങ് ആണോ? അല്ല, 4 മടങ്ങ്. 1 2 3 4. അരയുടെ 4 മടങ്ങ്. നോക്കൂ, അരയുടെ 4 മടങ്ങ് അല്ലേ? അപ്പോ നോക്കൂ, ഇത് മലയാളത്തിലാണ് അല്ലേ? മലയാളം ഒരു ഭാഷയാണ് അല്ലേ? ഇംഗ്ലീഷോ അത് വേറെ ഭാഷ, ഹിന്ദി അത് വേറെ ഭാഷ, പിന്നെ അറബി അത് വേറെ ഭാഷ, പിന്നെ സംസ്കൃതം വേറെ ഭാഷ അല്ലേ? ഇങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഗണിതത്തെയും
ഒരു ഭാഷയായി പറയാൻ പറ്റും. നോക്കൂ, അങ്ങനെ എന്താ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഗണിതത്തിൽ പറയും. ഞാൻ പറഞ്ഞുതരാം. അരയുടെ അര, കണ്ടോ, അരയുടെ, അര ഇൻറ്റു അരന്റെ, ശ്രദ്ധിച്ചോളി, അര ഇൻറ്റു അല്ലെ, ഇൻറ്റു അല്ലത് ഗുണിക്കണം. അര ഇൻറ്റു എന്ന് പറഞ്ഞാൽ അരന്റെ എന്ന് പറഞ്ഞാൽ അരയുടെ 4 മടങ്ങ് 4 നിട്ടാ മതി. കണ്ടോ, അരന്റെ, അരയുടെ 4 മടങ്ങ്. അരന്റെ 4 മടങ്ങ് എത്ര പറഞ്ഞോളി? അരന്റെ 4 മടങ്ങ് 1 ഗുണം 4 4. കണ്ടോ, ചേർതേപോലെ എഴുതുക. 2 4/2 എന്നാ വായിക്കുക. 2ൽ 4 എന്നാ വായിക്കുക അല്ലേ? 4/2 എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിച്ചോളൂ, 4 ഹരിക്കണം 2 എന്നാണ്. 4 എത്ര 2 ഉണ്ട്? 2. അതാണല്ലോ 2 കിലോഗ്രാം. അരന്റെ 4 മടങ്ങ് അതാണല്ലോ 2 കിലോഗ്രാം അല്ലേ? അര ഇൻറ്റു 4, അരന്റെ 4 മടങ്ങ്. മനസ്സിലായോ? ഗണിതം ഭാഷയല്ലേ? ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ, ഗണിതവും എന്ത് തന്നെയാണ്, ഒരു ഭാഷ തന്നെ. അപ്പൊ അരയുടെ 4 മടങ്ങ് 4/2 സമം 2 കിലോഗ്രാം. മനസ്സിലായോ? ഇനി 500 എടുക്കുക. 500ന്റെ 4 മടങ്ങ്. 500 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 500ന്റെ 4 മടങ്ങ്. എത്ര 500ന്റെ 4? 2 500, 1000, 1500, 1500, 2000 ഗ്രാം അല്ലേ? 2000 ഗ്രാം. ആ 2000 ഗ്രാം ആണ് എന്ത്? 2 കിലോഗ്രാം. മനസ്സിലായോ? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഭിന്നസംഖ്യ അല്ലേ? ഭിന്നസംഖ്യ ഒരു ഒന്നിനെ നമ്മൾ പകുതിയാക്കുമ്പോഴാണ് അരയായി മാറുന്നത് അല്ലേ? 1/2 കിലോഗ്രാം വീതം പഞ്ചസാര കൊണ്ടുവന്നപ്പോ 4 അര ചേർന്നപ്പോ എന്തായി മാറി? 2 കിലോഗ്രാമായി മാറി. അല്ലെങ്കിൽ 4 500 വീതം കൊണ്ടുവന്നപ്പോ 2000 ഗ്രാമായി മാറി അല്ലേ? 4 500 ഗ്രാം 2000 ഗ്രാം. 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ആണ് എന്ത്? 1 കിലോഗ്രാം. അപ്പൊ 2000 ഗ്രാം 2 കിലോഗ്രാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യം പറയാം. മക്കളെ, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ പൂക്കള മത്സരം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നോ? ആർക്കാ ഫസ്റ്റ് കിട്ടിയത്? നമ്മുടെ ക്ലാസ് ഏത്? നിങ്ങൾ കഴിഞ്ഞ വർഷം 5 അംഗക്കല്ല, 6ാം ക്ലാസ്സിലെ എന്റെ കുട്ടികൾക്ക് 6 സ്വീകരിക്കാൻ ഫസ്റ്റുകൾ എത്തി. ഞങ്ങളന്നേ രാവിലെ കുട്ടികൾ പോയിട്ട് പൂക്കളൊക്കെ പറിച്ച്, എവിടൊന്നും പൈസ കൊടുത്ത് വാങ്ങിയില്ല, പൂക്കളൊക്കെ പറിച്ച് ഞങ്ങൾ 9 മണിക്ക് തന്നെ സ്കൂളിലെത്തി പൂക്കളിടാൻ തുടങ്ങി. ഇപ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കുക, എല്ലാവരും നമ്മൾ പൊട്ടിക്കും. അപ്പൊ ഞങ്ങൾ തലേന്നൊരു കാര്യം തീരുമാനിച്ചിരുന്നു, നമ്മൾ എന്തായാലും നേരത്തെ വരും. അപ്പൊ നമുക്ക് നേരത്തെ വരുമ്പോ നമ്മളുടെ ചോറൊക്കെ വെച്ചിട്ട് നമ്മളെ താത്തനോട് നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാൻ പറയണം, നമുക്ക് മാത്രം. കാരണം നമ്മൾ നേരത്തെ വന്ന് പൂക്കളൊക്കെ ഇടുകയാണ്. അങ്ങനെ ചായ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു മക്കളോട്, പഞ്ചസാരയും ചായപ്പൊടിയും ഞാൻ കൊണ്ടുവരാം. നമുക്ക് പാല് കിട്ടുകയാണെങ്കിൽ, ആരുടെയെങ്കിലും വീട്ടിൽ പശു ഉണ്ടോ? ഉണ്ട്. അപ്പം ഞങ്ങളെ ക്ലാസ്സിൽ ചില കുട്ടികളുടെ വീട്ടിലൊക്കെ പശു ഉണ്ട്. അങ്ങനെ പശു ഉണ്ടാകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ എല്ലാവരും കുറേശ്ശെ പാല് കൊണ്ടുവരിക. അങ്ങനെ പാല് കൊടുന്നാലും നമുക്ക് പാലിടെ ചായ ഉണ്ടാക്കാം. കുട്ടികൾ റെഡിയായി. ഞങ്ങളുടെ ക്ലാസ് അത്രയും സൂപ്പർ ക്ലാസ്സാണ്. അവർ റെഡിയായിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ 9 മണിൻ്റെ 8:30 തന്നെ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ഒരു 8:45 കുട്ടികളൊക്കെ വന്നു. 3 പേരുണ്ട് പാലും കൊണ്ടുവന്നിട്ട്. 3 പേര് പാലും കൊണ്ടുവന്നിട്ട്. പാലും കൊണ്ട് വന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ എത്രയാണ്? വല്ല അളവുണ്ടോ? വീട്ടിൽ നിന്നാണെങ്കിലും വല്ല അളവുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഞാൻ കൊണ്ടുവന്നത് എൻ്റെ വീട്ടിൽ ലിറ്റർ കണക്കിനാണ് പാല് കൊടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്നത് 1/4 ലിറ്റർ പാലാണ്. ഒന്നാമത്തെ ആളെത്രയാണ്? 1/4 ലിറ്റർ പാല്. അപ്പൊ മറ്റേ കുട്ടിനോട് ചോദിച്ചു, മോനെ ഈ എത്രയും കൊടുക്കുന്നത്? അപ്പൊ ഓൻ പറഞ്ഞു, സാറേ ഞാൻ കൊടുക്കുന്നത് 250 മില്ലി ലിറ്റർ ആണ്. 250 ml മില്ലി ലിറ്റർ.
അപ്പൊ മൂന്നാമത്തെ ആളോട് ഞാൻ ചോദിച്ചു, മോനെ ഈ എത്ര കൊടുക്കുന്നത്? അപ്പൊ അത് മോനല്ല, ഒരു പെൺകുട്ടിയെ കൊടുത്തത്, ഒരു മോളാ കൊടുത്തത്. ഇന്റെ ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വളരെ ഉഷാറായിരുന്നു. അപ്പൊ മൂന്നാമത്തോട് അവളോട് ചോദിച്ചു, മോളെ എത്രയാണ് കൊടുക്കുന്നത്? അപ്പൊ അവൻ പിന്നെ ഈ കുട്ടി പറയണ്, മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണ്, അവൾ പറയാണ്, സാറേ ഞാൻ ഉമ്മനോട് ചോദിച്ചു എത്ര ഉമ്മ കൊണ്ടുപോകണത്. അപ്പൊ ഉമ്മ പറഞ്ഞു ഒരു 1/4 ലിറ്റർ കൊണ്ടുപോയിക്കോ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി, എത്ര 1/4 ലിറ്റർ എന്ന് പറഞ്ഞാല്? അപ്പൊ ഉമ്മ പറഞ്ഞു അത് 250 മില്ലി ലിറ്ററേ, 250 മില്ലി ലിറ്റർ. അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു 1/4 ലിറ്റർ ആണ് കൊടുക്കുന്നത്. അത് എത്രയാണെന്നാ പറഞ്ഞത്? 250 മില്ലി ലിറ്റർ. ഇത് ശരിയാണോ അല്ലേ? എന്താ ശരിയാണ്? ഓളമ്മ പറഞ്ഞത് ശരിയാണ് അല്ലേ? ഓക്കെ. എന്താണ് 1/4 ലിറ്റർ എന്ന് പറഞ്ഞാലും 250 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ മക്കളെ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഒന്നാവുക? ലിറ്ററും മില്ലി ലിറ്ററും അല്ലേ? ലിറ്റർ പിന്നെ മില്ലി ലിറ്റർ, ലിറ്ററും മില്ലി ലിറ്റർ എന്താ തമ്മിലുള്ള ബന്ധം? എന്താ ബന്ധം? ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം എന്താ? ആർക്ക് പറയാൻ പറ്റിയ? ആർക്കെങ്കിലും? ദിൽന? ആ അതന്നെ. എന്താണ്? 1000 മില്ലി ലിറ്റർ ചേർന്നതാണ് 1 ലിറ്റർ. 1000 മില്ലി ലിറ്റർ ആണ് എന്ത്? 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1/2 ലിറ്റർ എത്ര? 1/2 ലിറ്റർ 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ. അപ്പൊ 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? ആർക്കാ പറയാൻ പറ്റുക? എത്ര? 500 മില്ലി ലിറ്റർ. 500 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ, 500 മില്ലി ലിറ്റർ 1/2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1/2ന്റെ പകുതി 1/4, 500ന്റെ പകുതിയോ 250. 250 മില്ലി ലിറ്റർ സമം 1/4. 1/4 നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? 1/4 എത്ര എഴുതുക? 1/4, 4/1 ലിറ്റർ. മനസ്സിലായോ? അപ്പൊ മൂന്നാളും കൊണ്ടുവന്നത് 1/4 ലിറ്റർ അല്ലെങ്കിൽ 250 മില്ലി ലിറ്റർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, 250 കൂട്ടണം 250 ഇതാണല്ലോ കൊണ്ടുവന്നത്. 250ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 250 × 3. അപ്പൊ എത്ര കിട്ടുക? 3 0 0 3 5 15 5 ബാക്കി 1 3 2 6 1 7 750 മില്ലി ലിറ്റർ. മനസ്സിലായോ? 250ന്റെ മറക്കരുത്, 250ന്റെ ഇന്റെ ഇൻറ്റു 250 × 250ന്റെ 3 മടങ്ങ് 3 സമം 750 മില്ലി ലിറ്റർ. മനസ്സിലായോ? അപ്പൊ 250ന്റെ 3 മടങ്ങാണ് 750 അല്ലെ? ഈ 250 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/4 ലിറ്റർ. 1/4 അതിന്റെ 3 മടങ്ങ്. നോക്കൂ എത്ര കിട്ടുക? 1/4 അര, 1/4 1/4 അല്ലേ? 1/4 1 അല്ലേ? 1/4 അര, 1/4 1/4 1. അപ്പൊ നോക്കൂ, 3 1/4 അല്ലേ? 1/4 × 3 1/4. 1 1/4 2 1/4 അര 3 1/4 3/4. 3/4 എങ്ങനെ എഴുതുക? 3/4. ഇതെങ്ങനെ കിട്ടുക? 1 3 3 ചെയ്ത് അതന്നെ എഴുതും. 1/4 ലിറ്റർ. മനസ്സിലായോ? 1/4 ലിറ്റർ. ഈ 1/4 ലിറ്റർ ആണ് 750 മില്ലി ലിറ്റർ. മനസ്സിലായോ അല്ലേ? എന്നാൽ ഇനി ഞാൻ ചോദിക്കട്ടെ, അര അല്ലേ? 1 അര. അപ്പൊ 2 അര കൂടിയാലോ 1, 3 അര കൂടിയാലോ 1.5, 4 അര കൂടിയാൽ 2, 5 അര കൂടിയാൽ 2.5. അങ്ങനെയാണല്ലോ. എങ്ങനെ നമുക്ക് 2.5 എന്ന് എഴുതാം? 1 അര 2 അര കൂടിയാൽ അര പ്ലസ് അര സമം 1 അല്ലേ? പിന്നെ 3 അര കൂടിയാൽ
1.5 ഇങ്ങനെയാണ് എഴുതുക. 4 അര കൂടിയാൽ 2. മനസ്സിലായുണ്ടോ? 4 അര കൂടിയാൽ എന്ന് പറഞ്ഞാൽ 4 ഗുണം 1/2. 4 ഗുണം 1/2. 4 1 4. പിന്നെ 2 അത് ചെയ്താൽ തന്നെ എഴുതും. 4ൽ എത്ര 2? 2. 4 ഗുണം അര 2. അപ്പൊ ഇനി 5 ആണെങ്കിലോ 5 ഗുണം അരയാണെങ്കിലോ 5 അര. അതെ അതിന് 2.5 ഇങ്ങനെയാണ് എഴുതുക. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ ഇതേപോലെ നമ്മൾ കാല് പറയാ. കാല് ഒരു കാല് 1 ഗുണം 1/4 എത്ര? കാല് തന്നെയാണ്. എന്നാ ഇനി 2 ഗുണം കാല് എത്ര? 2 കാല് അര. 2 കാല് 2 × 1/4 സമം അര. എങ്ങനെ കിട്ടുക? 2 1 നോക്കിക്കോളൂ. 2 ഗുണം 1 2. ചെയ്ത തന്നെ എഴുതും. 4. 4ൽ 2 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നത് തുല്യമാണ്. 2ന്റെ പകുതിയാണ് 1, 4ന്റെ പകുതിയാണ് 2. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ 2 കാല് എന്ന് പറയുന്നത് ആരാ? അപ്പൊ 3 കാലോ? അത് നമ്മൾ പറഞ്ഞു 3/4. അപ്പൊ 4 കാലോ? 4 × കാല് എത്ര? 4 × 4 4 4 1 4. ഛേദം അതന്നെ എഴുതും 4. 4ൽ 4 എത്ര വട്ട? 4ൽ 4 എത്ര വട്ടുണ്ട്? 1 വട്ടം. അപ്പൊ 4ന്റെ 4 4 കാല് എത്ര? 1. എങ്ങനെ കിട്ടുക? 1 കാല് 2 കാല് അര, 3 കാല് 3/4, 4 കാല് 1. അപ്പോ പിന്നെ 5ാമത്തെ കാല് കൂടി വന്നെന്ത് വരും? 5 കാല്. ഇതിന് പകരം 5 ആണെങ്കിലോ 5 കാലാണെങ്കിൽ 1ന്റെ കൂടെ 1 കാല് കൂടി വരും. അപ്പൊ എത്രയായി? 1/4. മനസ്സിലായോ? മനസ്സിലായോ? വല്ല പ്രയാസം ഉണ്ടോ? അത് വളരെ സിമ്പിൾ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാടായി അല്ലേ? ബോറടിക്കണ്ടോ? ഇല്ലേ? ഒരു ബോറടിയില്ല അല്ലേ? ആയിക്കോട്ടെ, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് പേജ് നമ്പർ 29 എടുത്തോളൂ എല്ലാവരും. പേജ് നമ്പർ 29. അതില് ഏറ്റവും മുകളിൽ 3 ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ വർക്ക്ഷീറ്റ് അതാണ്. ഇന്നത്തെ ചോദ്യം അതാണ്. അടുത്ത ഗണിത പിന്നെ ക്ലാസ് ആവുന്നതിന്റെ മുമ്പ് കഴിയുന്നതും ഇന്ന് തന്നെ. ചോദ്യം 1 നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. ആരാ വായിക്കുക? ഞാൻ തന്നെ വായിക്കേ. ആയിക്കോട്ടെ, നോക്കൂ. 250 ഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ്? അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. ഈ അളവുകളെല്ലാം കിലോഗ്രാമിലാക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ വർക്ക്ഷീറ്റിൽ 3 ചോദ്യം ഉണ്ടാവും. ഇതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് 75 സെന്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണിന്റെ ആകെ നീളം എത്രയാണ്? പിന്നെ ഈ അളവുകളെയെല്ലാം മീറ്ററിലാക്കിയാലോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് ഒരു കപ്പിൽ 1/2 ലിറ്റർ ആണോ? നോക്കൂ, ആണോ? അല്ല, 1/3 അല്ലേ? ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറക്കാം. 2 കപ്പിൽ ആകെ എത്ര പാൽ നിറക്കാം? ഒരു ചോദ്യം കൂടി. 4 കപ്പിലോ? കണ്ടല്ലോ, ഈ 3 ചോദ്യവും വർക്ക്ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ 3 ചോദ്യത്തിന്റെയും ചോദ്യം നോട്ട്ബുക്കിൽ എഴുതുക. ചോദ്യം ആദ്യം എഴുതുക, എന്നിട്ട് ഉത്തരങ്ങൾ ക്രമത്തിൽ നമ്പർ ഇട്ട് എഴുതുക. അത് സാറിന് അയച്ചു തരിക കേട്ടോ. മനസ്സിലായല്ലോ വർക്ക്ഷീറ്റ്? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.